ഹായ്, എല്ലാവർക്കും മിച്ചീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം രാവിലെ ഒരു മിക്സി മെഴുക്ക് പുരട്ടി പോലെ മസാല പോലെ ഉണ്ടാക്കുന്നുണ്ട്. ചീനച്ചട്ടി വെച്ച് ഓയിലൊഴിച്ച് കടുകിട്ട് കറിവേപ്പിലിട്ട് പൊട്ടിച്ച് അതിലേക്ക് 2 സവാളയൊന്ന് വഴറ്റി ഇതിലേക്ക് കുറച്ച് മട്ടറും ഉരുളൻകിഴങ്ങും ടൊമാറ്റോ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതൊന്ന് ഇച്ചിരി ഒന്ന് വഴന്ന് വന്നുടനെ ഇതിലേക്ക് മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഒരു ഇച്ചിരി ഞാൻ ഇട്ടായിരുന്നു, ഗരം മസാല ഇതെല്ലാം ഇട്ട് ഇതിൻ്റെ പച്ചമണം പോകുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കുക. എന്നിട്ട് കുറച്ച് നേരം ഞാനിതൊന്ന് അടച്ച് കൊടുക്കുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. ലാസ്റ്റിൽ വേണമെങ്കിൽ ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അപ്പം നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ രസമാണ് ഉണ്ടാക്കുന്നത്. പുളിവെള്ളവും കുരുമുളക് പൊടിയും ഉപ്പും ഇട്ട് വെള്ളം ഒന്ന് പുളിവെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അതവിടെ തിളയ്ക്കുന്ന നേരം കൊണ്ട് ഞാനിവിടെ തോരൻ വെക്കുന്നുണ്ട്. ചീനച്ചട്ടി വെച്ച് ഓയിലൊഴിച്ച് കടുകിട്ട് കറിവേപ്പില സവാളയൊന്ന് വഴറ്റി കുറച്ച് തേങ്ങ ഇട്ടിട്ട് ഇതിലേക്ക് ക്യാബേജും ക്യാരറ്റും കൂടി ഇട്ട് മിക്സ് ചെയ്തതാണ് തോരൻ വെക്കുന്നത്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ടിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് അടപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് അതും ഒന്ന് ഇളക്കി കൊടുക്കാം. തോരൻ ഞാൻ അടപ്പത്ത് വെച്ചിട്ടപ്പോഴത്തേക്കിന് രസം ഒന്ന് തിളച്ച് വന്നായിരുന്നു. അത് ഓഫാക്കിയിട്ടിട്ടുണ്ട്. പാൻ വെച്ച് ഓയിൽ ഒഴിച്ചിട്ട് കടുക്, ജീരകം, കറിവേപ്പില, എന്നിട്ട് ഇതിൻ്റെ അകത്ത് സവാള, ഇഞ്ചി, വെളുത്തുള്ളി ഇതെല്ലാം വന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കുക. അതൊന്ന് മൂത്ത് വരുന്ന ഉടനെ ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടി ഇട്ട് കായപ്പൊടി ഇട്ടിട്ട് കുറച്ച് ഉലുവാപ്പൊടിയും ചേർത്ത് ഇതെല്ലാം നന്നായി മിക്സ് ചെയ്തിട്ട് നമുക്ക് രസത്തിലോട്ട് ഒഴിക്കാമേ. അപ്പം ഞാനിതെല്ലാം ഒന്ന് നന്നായി മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. അതിന് രസത്തിലോട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം സൊസൈറ്റിയിൽ ഇന്ന് മുനിസിപ്പാലിറ്റിയിൽ നിന്ന് ആൾക്കാർ വന്ന് ഓലയും തേങ്ങയൊക്കെ വെട്ടുക. ഞാനിപ്പോൾ അന്നേരം അത് ജനലിൻ്റെ അവിടോട്ട് പോയെന്ന് എടുത്തതാണ്. അപ്പം നമുക്ക് സൊസൈറ്റിയിൽ നിന്ന് അതിൻ്റെ ആ തേങ്ങയൊക്കെ നമുക്ക് തരും. പൈസ ഒരു തുച്ഛമായ വില അവരെടുക്കും. എന്നിട്ട് ഞാൻ വൈകിട്ടൊരു പൂരി മസാല ഉണ്ടാക്കാൻ മസാലയ്ക്ക് വേണ്ടി ഉരുളൻകിഴങ്ങ് മസാല വെക്കത്തില്ലേ, അതിനായിട്ട് ഞാൻ ചീനച്ചട്ടി വെച്ച് ഓയിലൊഴിച്ച് കടുകും ഇച്ചിരി ഉഴുന്ന് പരിപ്പോടെ ഇട്ട് പൊട്ടിച്ച് ഇത്തിരി കറിവേപ്പില ഇട്ട് ഉരുളൻകിഴങ്ങ് ഞാൻ കുക്കറിലൊന്ന് 2 വിസിലടിച്ചെടുത്തായിരുന്നേ. ഇതിലേക്ക് പിന്നെ സവാളയും പച്ചമുളകും ഇട്ട് ഇച്ചിരി ഒന്ന് വാടി വന്നതന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് സ്വല്പം മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഇച്ചിരി ഗരം മസാലയും ചേർത്ത് എന്നിട്ട് ഉരുളൻകിഴങ്ങ് നന്നായി ഒന്ന് കൈ കൊണ്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അടിയിൽ പിടിച്ചതുകൊണ്ട് ഒരു ഇച്ചിരി വെള്ളം ഞാൻ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഉരുളൻകിഴങ്ങ് ഇട്ട് കൊടുത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ ഉരുളൻകിഴങ്ങ് മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു സ്വല്പം വെള്ളം ഞാൻ അടിയിൽ അതൊന്ന് മിക്സ് ആവാൻ വേണ്ടി, മസാലയൊക്കെ മിക്സ് ആവാൻ വേണ്ടി ഒന്ന് ചേർത്തിട്ടുണ്ട്. പിന്നെ ഞാൻ മാവൊക്കെ ഒന്ന് കുഴച്ച് വെച്ചായിരുന്നു. പിന്നെ പൂരിയും കൂടെ ഒന്ന് ഉണ്ടാക്കിയെടുക്കട്ടെ. അപ്പം നമ്മുടെ പൂരി മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചിലപ്പം നന്നായിട്ട് ഇതുപോലെ ഇങ്ങനെ പൊങ്ങി വരും, ചില സമയത്ത് അത് ഇങ്ങനെ പൊട്ടി പോവുകയാണെങ്കിൽ ഇങ്ങനെ കുമ്മിളിച്ച് വരത്തില്ല. അപ്പം വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ആ ഫോളോ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തേക്കണേ.